ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ക്ലീനിങ് എന്ന് പറയുന്ന സംഗതി ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾക്കാരുണ്ടാവും. എനിക്ക് പണ്ട് മൂന്നാമത്തെ കാറ്റഗറി ആയിരുന്നു, ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം പിന്നെ നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ താമസിക്കുന്ന സ്ഥലം വൃത്തിയാക്കി കൊണ്ട് നടക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് സെക്കൻഡ് സ്റ്റേജിലോട്ടേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഫസ്റ്റിലേക്ക് എത്തണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ പറയണ പോലെ 3 കാറ്റഗറി ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഫോണിലേക്ക് കിറിം എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ വരുന്നത്. കോൾ എടുക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അവർ പറയുവാണ് കേട്ടോ, നിങ്ങളിന്ന് വീട്ടിലുണ്ടോ, നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വരാട്ടോ, അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ വരാട്ടോ. ചില ആൾക്കാരുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടാവും, അപ്പോഴത്തേക്കായിരിക്കും നിങ്ങൾ വീട്ടിലുണ്ടോ, ഞങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് എത്തും. ഫസ്റ്റ് കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്ക്, അതായത് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല, കാരണം അവരുടെ പരിസരമൊക്കെ ക്ലീൻ ആയിരിക്കും, ഫുഡിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. രണ്ടാമത്തെ ആൾക്കാർക്ക് കുറച്ച് പേടിയുണ്ടോ, മൂന്നാമത്തെ ആൾക്കാരുടെ നെഞ്ച് തകർന്നിട്ടുണ്ടോ, ദൈവമേ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം എവിടെ നിന്ന് അവസാനിപ്പിക്കണം എന്നായിരിക്കും അവർ ചിന്തിക്കുക. പക്ഷേ ആ സമയത്തൊക്കെ നമ്മളൊക്കെ പണ്ട് ഹവ്വായി ഷൺമുഖിയായിട്ട് 10 മിനിറ്റ് അല്ല 5 മിനിറ്റും കൊണ്ടൊക്കെ നമ്മൾ ക്ലീൻ ആക്കി വെക്കും. അപ്പോൾ കുറച്ച് പൊടിക്കൈകൾ, അതായത് നമ്മളിങ്ങനെ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരണമെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, മുക്കും മൂലയും കണക്ക് നമുക്ക് വൃത്തിയാക്കാനൊന്നും സമയമൊന്നും കിട്ടില്ലല്ലോ. അവർ കാണുന്ന വിസിബിൾ ആയിട്ടുള്ള കുറച്ച് ഏരിയാസൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കേണ്ടത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ആർക്കും അറിയാത്തതൊന്നും ആയിരിക്കില്ല, എന്നാലും ഒരു രസം. ഈ വരുന്ന ആൾക്കാർ ഏറ്റവും ആദ്യം കയറി വരുന്നത് നമ്മുടെ ലിവിങ് റൂമിലേക്കായിരിക്കുമല്ലോ. അപ്പം നമ്മൾ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നിന്നായിരിക്കണം. അല്ല, വെയിറ്റ്, അതിന് മുന്നേ ലിവിങ് റൂമിലോട്ട് കയറാൻ വേണ്ടിയിട്ട് 2 സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ 3 സ്റ്റെപ്പ് ഉണ്ടാവും. ആ 3 സ്റ്റെപ്പ് വൃത്തിയാക്കണം. മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും എൻ്റെ വീട്ടിലൊക്കെ ആ ഒരവസ്ഥയായിരുന്നു കേട്ടോ. ഈ ചെരുപ്പിട്ട് ചവിട്ടി കയറിയിട്ട് അവിടെ ചെളി കാണും. അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മൾ ആ 3 പടികൾ വൃത്തിയാക്കണം. അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി കഴിയും. ആ തുടയ്ക്കുന്ന കോലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തൂത്ത് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ചെളിയും പൊടിയൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെരുപ്പുകൾ അലമ്പാക്കിയാണ് അവിടെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ചെരുപ്പൊക്കെ ഒന്ന് നമ്മുടെ ഷൂറാക്ക് ഉണ്ടെങ്കിൽ ഷൂറാക്കിലേക്ക് വെക്കുക. അല്ലെങ്കിൽ ഒരു 1-2 മാത്രം ആ അവിടെ സ്റ്റെപ്പിലിട്ടിട്ട് ബാക്കിയൊക്കെ ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ സ്റ്റോർ റൂം ഉണ്ടാവില്ലേ, സ്റ്റോർ റൂമിൻ്റെ അടിയിട്ട തള്ളിയിലോട്ടേക്ക് അങ്ങ് തട്ടിക്കോ. പിന്നെ അവർ പോയി കഴിയുമ്പം കൊണ്ടുവന്ന് വെച്ചാൽ മതിയല്ലോ. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി പോയി കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് മതി. ഇനി നമ്മുടെ ലിവിങ് റൂം ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് മാറാലൊക്കെ, ഇത് നോക്കിക്കോട്ടോ, ചിലപ്പോൾ ചിലയിടത്ത് മാറാലൊക്കെ ഉണ്ടാവും, അതൊന്ന് വേഗം തൂത്ത് കളഞ്ഞേക്കുക. പിന്നെ അവർ വന്നിരിക്കുന്ന സ്ഥലം സെറ്റി അല്ലെങ്കിൽ കസേര, അവിടേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി പറയണ പോലെ അവർ കയറൂല എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു മുറി ഉണ്ടാവുമല്ലോ, ആ മുറിയിൽ കൊണ്ട് എങ്ങ് തട്ടിയേക്കുക. പിന്നെ കുഷൻസും കാര്യങ്ങളൊക്കെ നേരക്കി വെക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ആ റൂമിന് നല്ലൊരു രസം കിട്ടും. പിന്നത്തെ സംഭവമാണ് നമ്മളുടെ ടീപ്പോയി എന്ന് തന്നെയല്ലേ അവിടെ പറയാം. നമ്മൾ ലിവിങ് റൂം ഫുൾ വെള്ളിയാണെന്ന്, മറ്റേ ലിവിങ് റൂമിൽ വെക്കുന്ന ഒരു ടേബിൾ ഉണ്ടല്ലോ, അവിടെ ചിലപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ പൊടിയൊക്കെ കാണുമായിരിക്കും. അതൊന്ന് തൂത്തേക്കാം, പറയാൻ പറ്റില്ല, വരണ ആൾക്കാർ ചുഴന്നൊക്കെ നോക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വെച്ചേക്കാം. അതിൻ്റെ മുകളിൽ വർഷങ്ങളായിട്ടുള്ള പത്രമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മുറിയിലോ സ്റ്റോർ റൂമിലോ കൊണ്ടുപോയി അങ്ങ് വെക്കുക. പിന്നെ അതിൻ്റെ താഴെ പൊടി കിടക്കണ്ടോ എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ചില അവസരങ്ങളിൽ എന്നെപ്പോലെയുള്ള മടിച്ചുകൾ റൂം വൃത്തിയാക്കുന്ന സമയത്തുണ്ടല്ലോ, ആ ടേബിൾ പൊക്കിയടിക്കാനുള്ള മടിയുണ്ട്, അവിടെ മാത്രം അങ്ങനെ നൈസായിട്ട് സ്കൂട്ടാക്കും. അപ്പോൾ ഈ പറയണ പോലെ കണ്ണി കണ്ട കടച്ചാതിയൊക്കെ അതിൻ്റെ താഴെ വന്ന് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ടേബിൾ ഒന്ന് പൊക്കിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ഇതൊക്കെ ചെയ്യാൻ കൂടിപ്പോയി ഒരു 5 മിനിറ്റ് പോരെ, ധാരാളം. 5 മിനിറ്റ് ഒന്നും വേണ്ട, ആൾക്കാർ ഇപ്പം എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മിനിറ്റോടെ നമ്മൾ പരിപാടിയൊക്കെ തീർക്കും. അപ്പോൾ നമ്മുടെ ലിവിങ് റൂം കഴിഞ്ഞില്ലേ, സെറ്റ് ഇവിടെ വരുള്ളൂ. ഇനിയിപ്പോൾ ചിലപ്പോൾ ദൂരെ നിന്ന് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാഷ്റൂമിലെങ്ങാനും പോകണം എന്ന് പറഞ്ഞാലോ, അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് ബാത്റൂം ഒന്ന് നോക്കുക. ബാത്റൂം ഏറെക്കുറെ വൃത്തിയായിരിക്കും, എന്നാലും പെട്ടെന്ന് താഴെയൊക്കെ വല്ല മുടിയൊക്കെ കിടക്കണ്ടോ എന്ന് നോക്കുക. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് എടുത്ത് മാറ്റിക്കളയുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ബാത്റൂം എന്ന് പറയുന്ന സംഗതി നനഞ്ഞ് കിടക്കുമ്പോഴാണ് എന്തെങ്കിലും പൊടിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾക്ക് വൃത്തികേടായിട്ട് തോന്നുക. അപ്പോൾ അതുകൊണ്ട് വേഗമേ തന്നെ ഒരു മറ്റേ ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളയുന്ന സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ബാത്റൂം അങ്ങ് ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡ്രൈ ആക്കി ബാത്റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വൃത്തി കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെയാണ് കേട്ടോ, എക്സ്പീരിയൻസ് അങ്ങനെയാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ക്ലോസറ്റും അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനുമാണ്. അത് പെട്ടെന്ന് ഒന്ന് വൃത്തിയാക്കുക, അതിനൊന്നും വലിയ പണിയൊന്നുമില്ലല്ലോ, ഒരു കുഞ്ഞിക്കാട്ട സാധനമല്ലേ, 3-4 മിനിറ്റ് കൊണ്ട് അതിൻ്റെ പരിപാടി കഴിയും. പിന്നെ
നമ്മളുടെ കണ്ണാടി മറക്കരുത്. ഈ അവിടെ നിന്നിട്ടാണ് ഈ പല്ല് തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അറിയാതെ ഈ വെള്ള ഡോട്ടുകൾ ആ കണ്ണാടിയിൽ കാണുന്നതായിരിക്കും. അത് ഭയങ്കര വൃത്തികേടാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് പുറത്തുനിന്ന് ഒരാൾ വന്ന് കാണുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി വെക്കുക. അതിന് ഈ പറയണ പോലെ പ്രത്യേകിച്ചൊന്നും, ഒരു നനഞ്ഞ തുടി എടുത്തിട്ട് ഒരു തൂക്കിൽ ഇങ്ങോട്ട് ഒരു തൂക്കിൽ അങ്ങോട്ട്, പരിപാടി കഴിഞ്ഞു. പിന്നെ ടവൽ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കുറച്ച് ദിവസം പഴകിയ ടവലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മാറ്റുക. കുറച്ച് ദിവസം എന്നല്ല, ആരെങ്കിലും ഒരാൾ വരണമെന്ന് പറയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ടവൽ തന്നെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എന്താ, അവിടെ എങ്ങാനും നിങ്ങൾ നിങ്ങളുടെ ബ്രഷും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും അങ്ങ് മാറ്റിയേക്കാം. അങ്ങനെ നമ്മുടെ ബാത്റൂം കഴിഞ്ഞു. പിന്നെ ഈ പൊതുവെ വരണവരിൽ പെണ്ണുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചായ ഇടാനോ ജ്യൂസ് കലക്കാനോ ഒക്കെ വേണ്ടി പോകുമ്പോൾ നമ്മുടെ അടുത്ത് വർത്താനം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ അവർ വരുമല്ലോ. അപ്പോൾ നമ്മുടെ അടുക്കളയിലായിരിക്കും അവർ വന്ന് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അടുക്കള അടിപൊളിയാക്കി വെക്കണമല്ലോ. ഈ പറയണ പോലെ തറയിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ടെങ്കിൽ അതും കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ അങ്ങ് കൊട്ടിയേക്കുക. അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് 2 സംഗതികളാണ് എൻ്റെ ഒപ്പീനിയനിൽ. നമ്മൾ നമ്മുടെ ഇതാണ് കിച്ചണിൻ്റെ സ്റ്റവ് നോക്കുക, അതേപോലെ തന്നെ സിങ്ക് നോക്കുക. അതൊന്ന് ഒറ്റയടിക്കും നീ പറയണ പോലെ വൃത്തിയാക്കുക. അതിൻ്റെ താഴേക്കൊക്കെ പൊടി ഉണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കണ്ട. അവർ മറ്റേ നമ്മുടെ ഗ്യാസ് സ്റ്റൗവൊക്കെ പൊക്കിയൊന്നും നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ലല്ലോ. ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് സ്റ്റൗവൊക്കെ ജസ്റ്റ് റാൻഡംലി ഒന്നിങ്ങനെ തൂത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ സിങ്കും മറ്റേ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് അതും വൃത്തിയാവും. കഴിഞ്ഞില്ലേ? ഇനി വേറൊരു സംഭവം, ഇവർ ചിലപ്പോൾ നമ്മളുടെ ഡൈനിങ് റൂമിൽ കൂടെയായിരിക്കും നമ്മളുടെ കിച്ചണിലോട്ടേക്ക് പോവുക. അപ്പോൾ ഡൈനിങ് റൂമിൻ്റെ ടേബിളിൽ കടമൂണ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റിയേക്കാം. എപ്പോഴും നമ്മുടെ ഡൈനിങ് ടേബിൾ അടിപൊളിയായിട്ടിരിക്കാൻ നല്ലത് ആ നടുവിൽ കുറച്ച് ഏതെങ്കിലും ഒരു അച്ചാറിൻ്റെ ഇതോ കുറച്ച് ഗ്ലാസ്സുകൾ മറ്റേ ആ ഒരു സ്റ്റാൻഡിലാക്കി വെക്കുകയോ, അത്രയും സാധനങ്ങൾ വെച്ചാൽ മതി. ഈ കുറേ സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് വൃത്തികേടായിട്ട് തോന്നും. ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ പറയണ പോലെ സ്റ്റോർ റൂം, അവർ കയറാത്ത മുറി, അല്ലെങ്കിൽ ഏതെങ്കിലും കബോർഡ്, അതിനുള്ളിലൊക്കെ കൊണ്ടുപോയി തട്ടാലോ. ഇതത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇതൊക്കെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പണ്ടൊക്കെ ഇല്ലേ നാട്ടിൽ ആരെങ്കിലും ഇങ്ങനെ വരണമെന്ന് പറയുമ്പോൾ സ്റ്റഡി റൂം എന്ന് പറഞ്ഞിട്ടൊരു റൂമുണ്ട്. ആ റൂമായിരുന്നു പിന്നെ എനിക്ക് തന്നിരുന്നത്, തീരെ എഴുതി തന്നിരുന്നത് ആ റൂമായിരുന്നു. അപ്പോൾ ഇതേപോലെ ആരെങ്കിലുമൊക്കെ വരണമെന്ന് പറയുമ്പോൾ മറ്റുള്ള റൂമുകളിൽ വലിച്ചു വാരി കിടക്കുന്ന സംഗതികളൊക്കെ എൻ്റെ റൂമിൽ കൊണ്ടാണ് കൊട്ടുക. കാരണം അങ്ങോട്ടേക്ക് ആരും വരാൻ വലിയ വഴിയൊന്നുമില്ല. അവിടെ കൊണ്ടുപോയി അങ്ങ് കൊട്ടും. ഇനിയുണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ചിലവർ വിളിച്ച് പറയാതെ അപ്രതീക്ഷിതമായി നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് വരും. ആ സർപ്രൈസിലാണ് മക്കളെ നമ്മൾ പൊട്ടി പണ്ടാറടങ്ങുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വിസിബിൾ ആയിട്ടുള്ള ഏരിയാസൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവം എന്താണെന്ന് അറിയോ? ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ ഒരു ഭർത്താവ്, ഭാര്യ, മക്കളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ആരെങ്കിലും ഒരാളിങ്ങനെ വന്ന് കയറുമ്പോൾ നമ്മുടെ വീട് അലമ്പായിട്ട് കിടക്കാന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മുടെ നാട്ടിലൊരു സംസാരം വരിക, ഒരു പെണ്ണുള്ള വീടാണ്, ഇതാണ് ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ പണ്ട് മുതൽ എപ്പോഴും ചിന്തിക്കാറുള്ളൊരു സംഭവമാണ്. അതായത് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ഈ ക്ലീനിങ്ങിൻ്റെ ഉത്തരവാദിത്തം ഈ ലോകം മൊത്തം തലയിൽ ചുമത്തി കൊടുത്തിരിക്കുന്നത്. പക്ഷെ ആ വീട്ടിൽ ഇത്ര ആൾക്കാർ താമസിക്കുന്ന വീടാണ്, എന്നിട്ടാണോ ഈ വീട് ഇങ്ങനെ കിടക്കുന്നതെന്ന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. ഒരു പെണ്ണുള്ള വീടാണ്, ആ വീടാണോ ഇങ്ങനെ കിടക്കുന്നതെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ ചിന്താഗതി ഇനിയെങ്കിലും മാറണമെന്ന് ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പെണ്ണുങ്ങൾക്ക് മാത്രമല്ലല്ലോ 2 കൈയും കാലും ഉള്ളത്, ആണുങ്ങൾക്കും അവർക്ക് കൊടുത്തിരിക്കുന്നത് പോലെ 2 കൈ 2 കാലൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അതൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴത്തെ ആൾക്കാരെ അല്ലട്ടോ പറയുന്നത്, പണ്ടുള്ള ആൾക്കാരെയാണ് കേട്ടോ. അപ്പോൾ ഈ പറയണ പോലെ വിസിബിൾ ആയിട്ടുള്ള ഏരിയാസൊക്കെ നിങ്ങളിങ്ങനെ കുറച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് വരുമ്പോഴുള്ള ആ ഒരു അങ്കലാപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.